അപ്പോൾ ഗൈസ് ക്രിയേറ്റ് സെർവർ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കോഡ് ചെയ്ത് നിങ്ങളെ ടൈം കളഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഗൂഗിളിനോട് ചോദിച്ച് സംഭവം സെറ്റാക്കി കാട്ടി തരാം. അതായത് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, Node.js സെർവർ ക്രിയേഷൻ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ W3 ഡോക്സ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഞാൻ ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു സെർവർ ക്രിയേഷൻ ആണ് കാട്ടി തരുന്നത്. ഇത്ര കോഡ് മതി ഒരു സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോർട്ട് 8080 ഒരു സെർവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ നമ്മുടെ നേരത്തെ നോഡ് index.js എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ സെർവർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനുള്ള ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവങ്ങളൊന്നും കാണിക്കില്ല. ഓക്കെ, ഇനി ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+C അടിച്ച് ടെർമിനലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ആ വർക്കിംഗ് പ്രോസസ്സിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് Ctrl+C ആണ് വിൻഡോസിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മാക്കിലും ലിനക്സിലും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സാധനം അടിച്ച് എക്സിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാനിവിടെ ഒരു കൺസോൾ ലോഗ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാവും. ഓക്കെ, സെർവർ ഈസ് റണ്ണിങ് ഓക്കെ. ആൻഡ് നമുക്ക് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഇവിടേക്ക് വന്നാലാണ് ഇവിടെ സംഭവം കാട്ടുള്ളൂ. ആക്ച്വലി നമുക്കിവിടെ ഒരു റിക്വസ്റ്റ് വരുത്താം. ലോക്കൽ ഹോസ്റ്റ് 8080 ആൻഡ് ഇവിടെ ഹലോ വേൾഡ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ച സംഭവം ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. റൈറ്റ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരായിരിക്കും. ജസ്റ്റ് ഒരു സെർവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മൾ എക്സ്പ്രസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ സംഭവം ഒന്നും ഇങ്ങനെ എല്ലാം മെയിൻലി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ കോഡ് എടുത്ത് കളയാം. ആൻഡ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജസ്റ്റ് സെർവർ ക്രിയേഷൻ ആണ് പറഞ്ഞത്. അതായത് സെർവർ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക Node.jsൽ. ഇത് എന്തിനാണ് കാട്ടിയെന്നതെന്ന് വെച്ചാൽ സെർവർ ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡ് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെയാണ് സെർവർ ക്രിയേറ്റ് ചെയ്യുക എന്ന് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോഡൊന്നും കണ്ട് പേടിക്കണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പതിയെ എല്ലാ കോഡും പഠിക്കും. ഓക്കെ, സോ നമുക്കിനി സെർവർ സംഭവങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്കൊരു സ്റ്റോറി കണ്ടിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഇത് ടോട്ടോ ആൻഡ് ദിസ് ഈസ് ജോവൽ. ഓക്കെ, ഈ ചോപ്പ ഷർട്ടിട്ടവനാണ് ടോട്ടോ ആൻഡ് ഈ ബ്രൗൺ ആണ് ജോവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇന്റർനെറ്റിന്റെ വർക്കിംഗ് പഠിച്ചു കഴിയുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ നമുക്ക് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ബൾബ് ഓണാക്കി ഓഫാക്കി കളിക്കലാണ്. ആൻഡ് ഇവർ വീട്ടിലത്തെ കറണ്ട് ബില്ല് അടിപൊളിയായിട്ട് കൂട്ടാറുണ്ട്. അതുപോലെ ഒരു ബൾബ് പൊട്ടിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇങ്ങനെ മാസം ബൾബ് മാറ്റലാണ് ഇവരുടെ അപ്പനും അമ്മയ്ക്കും പണി. ഓക്കെ, അപ്പോൾ ഈ ബൾബ് ഓഫായി കിടക്കുകയാണെങ്കിൽ 0 ആണ്. ആൻഡ് ഈ ബൾബ് ഓണായി കിടക്കുകയാണെങ്കിൽ 1 ആണ്. ഇതാണ് ഇവരുടെ റൂൾ എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഗെയിമിലത്തെ മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ ബൾബ് ഓഫായി കിടക്കുകയാണെങ്കിൽ 0 ആൻഡ് ഓണായി കിടക്കുകയാണെങ്കിൽ 1. ഓക്കെ, അപ്പോൾ ഇവർ ഈ ടോട്ടൽ എന്ത് ചെയ്തു, ഈ ഫസ്റ്റത്തെ സെക്കൻഡ് 8 മിനിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, 8 മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ 8 മിനിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഈ 8 മിനിറ്റിൽ ഇവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ സ്ലൈഡ് ഞാൻ മാറ്റി കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് മനസ്സിലാവാത്തൊരു ഈ വീഡിയോ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് കാണാൻ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മിനിറ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർക്ക് വർത്താനൊക്കെ പറയാൻ പറ്റും, ബട്ട് ഇവർ വിചാരിക്കുകയാണ് ഞങ്ങൾ ബൾബ് വെച്ചിട്ടേ സംസാരിക്കുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവർ ഈ ഒരു ആശയത്തിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് തന്നെ ഈ ബൾബ് ഓഫ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ സെക്കൻഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 0 to 60 സെക്കൻഡ് വരെ ഈ ബൾബ് ഓഫ് ആയി എടുക്കായിരുന്നു ഈസക്ക്. അപ്പൊ നമ്മുടെ ജോവലിന് മനസ്സിലായി ഇത് 0 ആണ്. അപ്പൊ ജോവലൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് 0 എന്ന് ചെയ്തിട്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ മിനിറ്റിൽ നമ്മുടെ ടോട്ടൽ എന്ത് ചെയ്തു, ബൾബ് ഓണാക്കിയപ്പോൾ ജോവലിന് മനസ്സിലായി ഇത് ബൾബ് ഓൺ ആണ്, അപ്പൊ ഇത് 1 ആണ് എന്ന് മനസ്സിലായി. ആൻഡ് മൂന്നാമത്തെ മിനിറ്റിൽ ബൾബ് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ ജോവൽ മനസ്സിലായി ഇത് 0 ആണ്. ഓക്കെ, മനസ്സിലായി. ദെൻ നാലാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്തു, ഓണാക്കി ഇട്ടു. അപ്പോൾ 1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ മിനിറ്റുകൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ അവസാനം പറഞ്ഞുതരാം. അതായത് 5ാമത്തെ മിനിറ്റിൽ ഇത് ഇവർ ഓഫ് ചെയ്തിട്ടു, നമ്മുടെ ടോട്ടോ ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ ജോവലിന് മനസ്സിലായി ഇത് 0 ആണ്. 6ാമത്തെ മിനിറ്റിലെത്തിയപ്പോഴും ടോട്ടോ ഓഫ് ചെയ്തിട്ടു. 7ാമത്തെ മിനിറ്റിലെത്തിയപ്പോഴും ഓഫ് ചെയ്തിട്ടു. 8ാമത്തെ മിനിറ്റിലെത്തിയപ്പോഴും ടോട്ടോ ബൾബ് ഓഫ് ചെയ്തിട്ടു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ജോവലിന് ഒരു അക്ഷരം കിട്ടുവാണ്. എങ്ങനെയാണ് നമ്മുടെ ജോവലിന് ഒരു അക്ഷരം കിട്ടിയത്, ജസ്റ്റ് വാച്ച്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റിൽ എന്തോ നമുക്ക് കിട്ടിയിട്ടില്ലേ, അവിടുത്തെ സാധനം കാണണ്ട. ഓക്കെ, എന്തോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. അതായത് നമുക്കത് റിവേഴ്സിൽ ഉണ്ട്. ഓക്കെ, അതായത് 8 കൗണ്ട് ചെയ്യാം. ഓക്കെ, 8ാമത്തെ മിനിറ്റിൽ അവർക്ക് കിട്ടിയത് എന്താ, 8ാമത്തെ മിനിറ്റിൽ 0 ആണ് കിട്ടിയില്ലേ.
8ാമത്തെ ബിറ്റിൽ 0 കിട്ടി, 7ാമത്തെ ബിറ്റിൽ 0 കിട്ടി, ദെൻ ഇച്ചിരി വലുതാക്കിയിടണം. ഓക്കെ, 7ാമത്തെ ബിറ്റിൽ 0 കിട്ടി, 6ാമത്തെ ബിറ്റിൽ 0 കിട്ടി, 5ാമത്തെ ബിറ്റിൽ 0 കിട്ടി, 4ാമത്തെ മിനിറ്റ് എത്തിയവർക്ക് എത്ര കിട്ടി? 1 കിട്ടി നമ്മുടെ ജോവലിന്. പിന്നെ 3ാമത്തെ ബിറ്റിൽ എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. ആൻഡ് 2ാമത്തെ ബിറ്റിൽ കിട്ടിയത് എത്ര? 1 ആണ്. ആൻഡ് 1ാമത്തെ ബിറ്റിൽ കിട്ടിയത് എത്രയാണ്? 0 ആണ്. ഓക്കെ, ദെൻ ഇങ്ങനെ ഇവർക്കൊരു സംഭവം കിട്ടുകയാണ്. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും പരിചയം? ഈ സാധനം പരിചയം ഞാൻ കാട്ടിയാൽ. ഓക്കെ, ഇതൊരു സംഭവമാണ്. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് പരിചയം വന്നോളൂ. ഓക്കെ, ഈ സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടല്ലോ. ഓക്കെ, ഇനി കണ്ടില്ല, സൂക്ഷിച്ചു നോക്ക്. 1010 വാട്ട് ഈസ് ദാറ്റ്? എ ആണ് ഗൈസ്. ഇത് എ എന്ന് പറഞ്ഞൊരു സംഭവം ഇവർ ക്രിയേറ്റ് ചെയ്യുവാണ് 8 മിനിറ്റിൽ. ഓക്കെ, 8 മിനിറ്റിൽ ഇവർക്ക് എ എന്ന് പറഞ്ഞൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് ഇവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കളിക്കാവുന്നതാണ് വീട്ടിൽ വേണമെങ്കിൽ. വീട്ടിലത്തെ ബൾബൊക്കെ പൊട്ടിച്ച് കളയാണ്ട് നോക്കാം, പീസായി പോവാണ്ട് ജസ്റ്റ് സൂക്ഷിക്കുക. ഓക്കെ, ഈ ഒരു കളി കളിച്ച് നോക്കാം. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഗൈസ്. ഓക്കെ, 8 മിനിറ്റിൽ ഇത് ഓരോ മിനിറ്റ് ആണ്, 1 ഓരോ മിനിറ്റുകളാണിത്. അപ്പോൾ ഓരോ മിനിറ്റിൽ അവർക്ക് ഓരോ നമ്പേഴ്സ് കിട്ടുകയാണ്, 0 ആണോ 1 ആണോ എന്ന് കിട്ടുവാണ്. ആൻഡ് ആ 0യും 1ഉം വെച്ചിട്ട് ഇവർ ഒരു അക്ഷരം ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ദ ഇന്റർനെറ്റ് വർക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ഇലക്ട്രിസിറ്റി മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാണ് ഗൈസ്. ഓക്കെ, ഒരു ടൈമും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഓണും ഓഫും യൂസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവരിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ഇന്റർനെറ്റ്. ഓക്കെ, ഇതാണ് ഇന്റർനെറ്റിന്റെ ഒരു ബേസിക് വളരെയധികം ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇതിലേക്കാളും അടിപൊളി കോംപ്ലക്സ് ആയിട്ടാണ് ആക്ച്വലി ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. നാനോ സെക്കൻഡ്, അതിനേക്കാളും ചെറിയ സെക്കൻഡിലാണ് ഇത്രയധികം എന്നൊക്കെ ലെറ്റർ ഒക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ, അത്രയ്ക്ക് 10⁻⁻⁻ അത്രയ്ക്ക് സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ഈ സാധനമൊക്കെ പോകുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ആൻഡ് എന്തിനാണ് 8? എന്തിനാണ് ഞാൻ 8 മിനിറ്റ് എടുത്തത്? വല്ല 10 മിനിറ്റ് ഒക്കെ എടുക്കായിരുന്നില്ലേ? ഒരു 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലാത്ത പോലെ. ഓക്കെ, വൈ ദാറ്റ്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു സംഭവം ഉണ്ടാവും, 8 ബിറ്റ്. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ബൈറ്റാണ്. ഓക്കെ, ബിറ്റും ബൈറ്റും എന്നാണ് ഈ സംഭവം കുറെ കേട്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവം? ഓക്കെ, അതായത് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 and 8. ഓക്കെ, ഇങ്ങനെ 8 ബിറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു ബൈറ്റ്. ആൻഡ് ഈ ബിറ്റും ബൈറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി. നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, നിങ്ങൾ വല്ല വീട്ടിൽ വല്ല വൈഫൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും 100 MB/s നിങ്ങൾക്ക് കിട്ടും. 100 MB/s നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബട്ട് ഞാനൊരു സിനിമ 1 GB ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് എന്തായാലും 10 സെക്കൻഡിൽ സാധനം കഴിഞ്ഞില്ല. അതായത് 100 MB വെച്ച് 1000 വരെ കയറാണെങ്കിൽ, അതായത് 100 അങ്ങനെ 10 വട്ടം കയറി കഴിഞ്ഞാൽ 1000 ആയാലും. അപ്പൊ 10 സെക്കൻഡ് കൊണ്ട് സാധനം തീരണ്ടല്ലേ? വൈ 2 മിനിറ്റ് 3 മിനിറ്റ് എടുത്തു? ഇതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ MB/s എന്ന് പറഞ്ഞാൽ ബൈറ്റ്/സെക്കൻഡ് ആണ്. അല്ല, ഓക്കെ, നമുക്ക് ഫോണിൽ കാണാൻ പറ്റുന്നത് ബൈറ്റ്/സെക്കൻഡ് ആണ്. ബട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റ്/സെക്കൻഡ് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് MB/s ആണ്. ഓക്കെ, ബട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് MB/s ആണ്, ബിറ്റ്/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 100 MB/s എന്ന് പറഞ്ഞാൽ ബിറ്റ്/s എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. അതായത് 100 ബിറ്റ്/s എന്ന് പറഞ്ഞാൽ 12 മെഗാബൈറ്റ്സ് ആണ്. ഓക്കെ, മെഗാബൈറ്റ്സ്. ഓക്കെ, ഈ ബൈറ്റ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. മറ്റേത് ബിറ്റ് ആണ്, ഇത് ബൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബൈറ്റ് എന്ന് പറയുമ്പോൾ 12 ആണ്. അതായത് നിങ്ങൾക്കൊരു 2 മിനിറ്റ് എങ്കിലും ആക്ച്വലി ഇത് കയറാൻ വേണ്ടി എടുക്കുക. അതായത് 100 ബിറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 12.5 MB/s ആണ്. ഓക്കെ, ഈ സാധനമാണ് നിങ്ങളെ മുകളിൽ നിങ്ങൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് ഓൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ സംഭവമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നിങ്ങളുടെ എത്രയാണ് ഇപ്പൊ 60 MB/s ആണെങ്കിൽ എത്ര സ്പീഡാണ് നോക്കാം. 60 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7.5 MB/s ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ബഫർ എന്താണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ Node.jsന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാക്കിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവണമെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഈ സംഭവം അവർക്ക് മനസ്സിലാക്കാം, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ സംഭവം ഇങ്ങനെയാണ് ഇതിന്റെ യൂസ് കേസിൽ നിന്നൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനൊക്കെ +1 പഠിക്കുന്ന സമയത്ത് കുറെ 0 1 1 കോംപ്ലിമെന്റ് 2 കോംപ്ലിമെന്റ് അത് ഇത് തേങ്ങ മാങ്ങാന്നൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. ബട്ട് എന്തിനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് ഒരാൾക്കും അറിയില്ല. ബട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഒരാൾക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ വാവ് എന്ന് ഒരാളുടെ മനസ്സിലേക്ക് തോന്നുകയാണെങ്കിൽ
ലൈക്ക്. ഓക്കെ, എനിക്കൊരു ലൈക്ക് കിട്ടുന്ന പോലെയാണ്. സോ ഗൈസ്, ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ, ടേക്ക് കെയർ.